Hi everyone, good afternoon. I am Sajila Shamya, വിംബിൾ അക്കാദമിയിലെ റെമഡിയൽ കോർഡിനേറ്റർ ആണ്. വിംബിൾ അക്കാദമിയുടെ കീഴിൽ വ്യത്യസ്ത രീതിയിലുള്ള കോഴ്സുകൾ നടത്തിവരുന്നു. സൈക്കോളജി, സൈക്കോതെറാപ്പി, കൗൺസിലിംഗ്, ലേണിംഗ് ഡിസബിലിറ്റി, കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകൾ എന്നിവയാണ്. കൂടാതെ പഠനപ്രയാസവും പഠനവൈകല്യവുമുള്ള കുട്ടികൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും പരിശീലനം നടത്തുന്നു. ഇത്തരത്തിൽ പരിശീലനം നൽകുന്ന ട്രെയിനർമാരുടെ കൂട്ടായ്മയാണ് റെമഡിയേറ്റേഴ്സ് ക്ലബ്ബ്. റെമഡിയേറ്റേഴ്സ് ക്ലബിന്റെ ഭാഗമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള വെബിനാർസുകളാണ് നടത്തുന്നത്. ഇന്നത്തെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഹൗ ടു ഡീൽ വിത്ത് സ്റ്റബോർനെസ്. ഇത് ലീഡ് ചെയ്യുന്നത് ഫിദ മാം ആണ്. ഇന്നത്തെ വെബിനാറിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. വെബിനാർ കണ്ടക്ട് ചെയ്യാൻ ഫിദ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അപ്പോ ഇന്നത്തെ സബ്ജക്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എങ്ങനെയാണ് സ്റ്റബോർനെസ്സിനെ ഡീൽ ചെയ്യുക, അതായത് നമ്മുടെ കുട്ടികളെ, വാശിയുള്ള കുട്ടികളെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും എല്ലാ പേരൻസും ഇത് അഭിമുഖീകരിച്ചിട്ടുണ്ടാവും അല്ലേ? നമുക്ക് കുട്ടികൾ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഈ പിടിവാശിക്ക് മുമ്പിൽ നമ്മൾ തോറ്റു പോയിട്ടുണ്ടാവും. കാരണം അത്രക്ക് വാശി പിടിക്കുന്ന മക്കളാവും ചില സമയത്ത്. ചിലപ്പോ കാമായിരിക്കും, ചില സമയത്ത് നമുക്ക് പിടുത്തം കിട്ടാത്ത രീതിയിലാവും. ആ സമയത്ത് നമുക്ക് തോന്നിപ്പോകും, നമ്മൾ നല്ല പേരന്റ് അല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ നമ്മുടെ മക്കൾ ഡീൽ ചെയ്യുന്നത്, അതല്ല മക്കളുടെ പ്രശ്നം കൊണ്ടാണോ എന്നുള്ളത് പലപ്പോഴും പല പേരൻസും, ഇന്നത്തെ പല പേരൻസും എന്താ പറയാ, പരാജയം സമ്മതിച്ചുകൊണ്ട് ഇനി ഇതിൽ മാറ്റമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന പേരൻസിനെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സബ്ജക്ട് എടുക്കാനും കാരണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അറിയണ്ടേ എന്താണ് ഇതിന്റെ റീസൺ എന്നുള്ളതാണ്. നമ്മൾക്ക് വാശിയാണ്, നമ്മളെപ്പോഴും പറയാം എന്റെ കുട്ടികൾക്ക് നല്ല വാശിയാണ്, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല മാം, എന്ത് പറഞ്ഞാലും കേൾക്കൂല, അത് കിട്ടിയേ വാശി പിടിച്ച ആ സംഗതി സാധിച്ച് തീരൂ എന്ന് പറയും അല്ലെ? പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഈ വാശി പിടിക്കുന്നത് എന്നുള്ളത്? അതിന്റെ റീസൺ ആണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മുടെ വാശിന്റെ മുമ്പ് നമ്മൾ പരിചയപ്പെടേണ്ടത്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിന്റെ റീസൺസ് ആണ്. നമ്മള് ഈ നമ്മുടെ സ്റ്റബോൺനെസ് എന്നതിന്റെ ടെമ്പർ ടാൻഡ്രം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു അവസ്ഥ കൂടുമ്പോഴാണ് നമ്മൾ പലപ്പോഴും സൈക്കോളജിസ്റ്റിനെ, കൗൺസിലേഴ്സിനെ അല്ലെങ്കിൽ പീഡിയാട്രീഷ്യനെ കാണിക്കേണ്ടി വരാം. അതൊരു ലിമിറ്റ് കഴിഞ്ഞാലാണ്. നമ്മൾ ആദ്യം തന്നെ അവരെ ഡീൽ ചെയ്യേണ്ട രീതിയിൽ ഡീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം സാധ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾ വാശി പിടിക്കുന്നത് എങ്ങനെ, ഒരു മിഠായി ചോദിക്കുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ അപ്പൊ കൊടുക്കില്ല, അല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ പോകണം, നീ ഈ സമയത്ത് കളിക്കാൻ പോവല്ലേ, ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ പറഞ്ഞാല്, അല്ലെങ്കിൽ ഈ ടോയ് വാങ്ങിത്തരണം എന്ന് പറയുമ്പോൾ നമ്മൾ നോ എന്ന് പറയുമ്പോൾ കുട്ടി എങ്ങനെയാണ് അതിന് പ്രതികരിക്കുന്നത്? ഒന്നെങ്കിൽ കയ്യും കാലിട്ട് അടിച്ച് കരയും, അതല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കായിരിക്കും, നമ്മളുടെ പിന്നെ സിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ പേരൻസിനെ തന്നെ ഉപദ്രവിക്കുന്ന രൂപത്തിലായിരിക്കും, കടിക്കും അല്ലെങ്കിൽ പിച്ചും കുത്തും, അങ്ങനെയൊക്കെയുള്ള ഒരു ബിഹേവിയർ ആണ് ചില കുട്ടികൾ കാണിക്കുക. മറ്റു ചില കുട്ടികൾ എങ്ങനെ കാണിക്കുക, ഒന്നും മിണ്ടാതെ, ചിലപ്പോൾ നമ്മൾ പേടിച്ചു പോകും, പാരന്റ്സ് ആ സമയത്താവും പേടിച്ചു പോകുന്നുണ്ടാവുക. ഈ നമ്മുടെ കുഞ്ഞിന് എന്താ സംഭവിച്ചത്, ആക്ച്വലി വാശി തന്നെയാണോ അത് വേറെ എന്തെങ്കിലും അസുഖമാണോ എന്ന് ചിന്തിച്ചു പോയിട്ട് ചില കുട്ടികളൊന്നും മിണ്ടാതെ കയ്യും കെട്ടി ഈ ശ്വാസം പിടിച്ചൊരു നിർത്തുണ്ട്. ഇങ്ങനെ ശ്വാസം വിടാതെ അത്രയും സ്ട്രെസ് കൂടിയിട്ടുള്ള ഒരു ഭാവമായിരിക്കും കുട്ടിയൊക്കെ ഉണ്ടാവുക. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആകെ ടയേർഡായി പോകും. ഒരു രക്ഷയുമില്ലാത്ത ഈ ഒരു സംഭവ വികാസത്തിന്റെ പേരാണ് നമ്മളുടെ ടെമ്പററി ടാൻഡ്രംസ് അല്ലെങ്കിൽ സ്റ്റബോർനെസ് എന്ന് പറയുന്നത്. കുട്ടികളുടെ ആ വാശിയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ റീസൺ നമ്മൾ അറിയണം എന്നുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ഗുഡ് പാരന്റ് അല്ല എന്ന് ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ പതിയെ പതിയെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവ വികാസം മാത്രമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് നമ്മൾ കൂടിപ്പോകുന്ന സമയത്താണ് നമ്മൾ പേടിക്കേണ്ടത്. അല്ലാത്ത സമയത്ത് ഇത് നോർമലാണ്, എല്ലാ വീട്ടിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇതെല്ലാ വീട്ടിലും ഉണ്ട്. ഇങ്ങനെ ഈ കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഉണ്ടാകുന്ന, നമ്മളിപ്പോ
നടത്തം പഠിക്കുമ്പോൾ കുട്ടി വീഴുന്നു, അതുപോലെ ഓടാൻ തുടങ്ങുമ്പോൾ വീഴുന്നു. അങ്ങനെയുള്ള ഓരോ സ്റ്റേജിലും സംഭവിക്കുന്ന പോലെ കുട്ടിക്ക് വെർബലൈസേഷൻ ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷനിലാണ് ഇത് സംഭവിക്കുന്നത്. അതായത് കുട്ടികൾക്ക് അവരുടെ ആവശ്യങ്ങൾ നമ്മൾ പറയുന്നത് പോലെ പറയാൻ അവർക്ക് വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയില്ല. നമ്മളൊക്കെ ഒരു സെന്റൻസ് ആയിട്ട് നമ്മൾ ഒന്നിച്ചങ്ങോട്ട് പറഞ്ഞു നമ്മളെ കാര്യങ്ങൾ, നമുക്കൊക്കെ ദേഷ്യം വന്നാൽ നമ്മൾ എന്താ ഒറ്റയടിക്ക് നമ്മളെ വായി വന്നതൊക്കെ വിളിച്ചും പറഞ്ഞിട്ട് നമ്മൾ അതിന് തീർക്കും. പക്ഷെ ഇവർക്ക് അതിന് പറ്റുന്നില്ല. ആ സമയത്ത് അവർക്ക് കഴിയുന്നത് എന്താണ്? വാശി പിടിക്കുക. അപ്പൊ അവരത് ചെയ്യും. ആ വാശിയാണ് നമ്മുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ അവർക്ക് പറ്റുക. കാരണം അവർക്ക് വാക്കുകൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയില്ല. ആ ഒരു സ്റ്റേജിൽ അവർ പ്രകടിപ്പിക്കുക ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യേണ്ടത്? ഇതിന്റെ റീസൺ ഒരുപാടുണ്ട്. ഇതിന്റെ ഒരു റീസൺ നമ്മൾ പറഞ്ഞു വെർബലൈസേഷൻ, അതായത് വാക്കുകളിലൂടെ അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ല. പിന്നൊന്നുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ പോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആകാൻ ആഗ്രഹമുണ്ട്. അവരെന്താ ചിന്തിക്കാൻ, എനിക്കും ഫ്രീഡം, സ്വതന്ത്രമായി ചിന്തിക്കണല്ലോ, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തുകൂടെ? അവര് കുട്ടിയാണ് എങ്കിലും നമ്മളെ പോലെ തന്നെ മുതിർന്ന ആൾക്കാരെ പോലെയാണ് അവരും ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അവരുടെ സിറ്റുവേഷൻ എന്താ? ഇഷ്ടപ്പെട്ട പോലെ ചിന്തിച്ചാലും പ്രവർത്തിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം എന്താ? നമ്മൾ പേരൻസ് ഉണ്ട്, നമ്മുടെ പേരൻസിന്റെ കീഴിലാണ് അവരുള്ളത്, അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സിന്റെ കീഴിലാണ് അവർക്ക്. അപ്പോ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ഇൻഡിപെൻഡന്റ് ആകാൻ കഴിയില്ല. അപ്പൊ ഈ ഇൻഡിപെൻഡന്റ് ആകും വേണം, എന്നാൽ ഇൻഡിപെൻഡന്റ് ആകാൻ കഴിയുകയുമില്ല. ഈ രണ്ട് സംഭവങ്ങൾ ഉണ്ടല്ലോ, ആ ഒരു മൽപ്പിടുത്തമാണ് ഈ നമ്മുടെ ഈ വാശിയുടെ പ്രധാന കാരണം എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം അവർക്ക് ഇൻഡിപെൻഡന്റ് ആകാൻ പറ്റില്ല, പൂർണ്ണമായിട്ട് ആകാൻ പറ്റില്ല. കാരണം എന്തിനും ഏതിനും നമ്മുടെ പെർമിഷൻ വേണം, നമ്മുടെ ഇഷ്ടങ്ങൾ ചോദിക്കണം. ആ ഒരു സമയത്തുള്ള അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഈ വാശിയായി പുറത്തു വരുന്നത്. പിന്നീടുള്ള റീസൺ എന്ന് പറയുന്നത്, അവർക്ക് വിശന്നിട്ടാവും. ചില കുട്ടികൾ കുറച്ച് കഴിച്ചിട്ടുണ്ടാവും, ഓടിച്ചാടി നടക്കുന്നതിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കും, പക്ഷെ കഴിച്ചില്ല എന്നുള്ള മട്ടുണ്ടല്ലോ, അപ്പൊ നമ്മൾ കഴിച്ചു എന്ന് കരുതി പോകും. അതങ്ങനെ മൈൻഡ് ചെയ്യാതെ പോകുന്ന അവസ്ഥയിൽ അവർക്ക് വിശപ്പുണ്ടാവും. ആ വിശപ്പ് അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത, ചെറിയ കുട്ടികളെ കാര്യം കേട്ടോ പറയുന്നത്. അപ്പൊ അവർ പ്രകടിപ്പിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോ അവരെന്ത് ചെയ്യുന്നു? അവർക്ക് എന്താ വിശക്കുന്നുണ്ടോ എന്ന് പറയാനും വയ്യ, എന്താണ് ചെയ്യണ്ടേ ഫുള്ളായിട്ട് പറയാൻ കഴിയാത്തതുകൊണ്ട് അവരെന്താ അത് വാശിയായി പ്രകടിപ്പിക്കും. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവുമ്പോൾ, ചിലപ്പോ വേദന ആയിട്ടായിരിക്കും, അതല്ലെങ്കിൽ മറ്റു വല്ല അസ്വസ്ഥത ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തോ അവർക്കൊരു ഒറ്റപ്പെടൽ, നമ്മൾ പേരൻസ് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് തോന്നുമ്പോഴുള്ള അതും ഒരു റീസൺ ആണ്. പിന്നെ മിക്ക കുട്ടികളും ഈ വാശി കാണിക്കുന്ന അറ്റൻഷന് വേണ്ടിയിട്ടാണ്, അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അവരും നമ്മളെ പോലെ ഒരു ഹീറോ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് ആ ഹീറോ പദവിയിലെത്താൻ വേണ്ടി, അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നുണ്ടാവുക. മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, വീട്ടിൽ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും. അപ്പൊ അവർക്ക് അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും അവർക്ക് പ്രിയപ്പെട്ട ആൾക്കാരുണ്ടാവും. അവരുടെ മരണ കാരണം കൊണ്ട് ചിലപ്പോൾ കുട്ടികൾ വാശിയായി കാണിക്കും. ആ മരണകാരണം പിന്നീടുള്ള ദിവസങ്ങളിൽ അവര് വാശിയായിട്ടായിരിക്കും പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം കുട്ടി വാശി പിടിക്കുമ്പോൾ അതിന്റെ റീസൺ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ നമ്മൾ എന്താ ചെയ്യല്? വാശി പിടിക്കുമ്പോൾ നമ്മൾ അതിലും വലിയ വാശി പിടിക്കല അല്ലെ? കുട്ടി ഒന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് പറയും, കുട്ടി രണ്ട് പറഞ്ഞാൽ നമ്മൾ മൂന്ന് പറയും. ആ ഒരു രീതി പാടില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഈ കുട്ടി വാശി പിടിക്കാനുള്ള പ്രധാന കാരണം ഒന്നെങ്കിൽ നമ്മൾ തന്നെയാണ് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, നമുക്കുണ്ട് തെറ്റുകുറ്റങ്ങൾ പറ്റാം, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. നമ്മുടെ കാരണം കൊണ്ടാകാം. കാരണം നമ്മൾ ആ കുട്ടിയെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, ആ കുട്ടി നമ്മളോട് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കുട്ടി ബഹളം വെക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ബഹളം വെക്കരുത്. നമ്മൾ കാമായിട്ട് ഇരിക്കാൻ നോക്കുക. കുട്ടി, നമുക്ക് അതിന് കഴിയില്ല, കുറച്ച് പണിയാണ്, പക്ഷെ നമ്മൾ കാമായിട്ട് ഇരിക്കണം, എങ്കിലേ നമ്മുടെ കുട്ടികൾക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. നമ്മളാണ് അവരുടെ റോൾ മോഡൽ പലപ്പോഴും അല്ലെ, നമ്മൾ അത് ശ്രദ്ധിക്കാറില്ല. അവർ ഈ TV ഫിലിം ആക്ടേഴ്സ് ക്യാരക്ടേഴ്സിനൊക്കെയാണ് ളൊക്കെ ഉപരി അവര് നമ്മളെയാണ് കൂടുതലായിട്ട് വാച്ച് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അവർ കാണുന്നുണ്ട്, അവരതുപോലെ പകർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മൾ നമ്മുടെ പാരന്റ്സിനോട് അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് നമ്മൾ പറയുന്ന ഒരു രീതി ഉണ്ടാവുമല്ലോ, അത് കുട്ടികൾ എന്ത് ചെയ്തു, അത് നമ്മൾ അറിയാതെ അവരത് അവിടെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവരെന്താ കേട്ടാ, എന്റെ അമ്മയും ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടല്ലോ,
അച്ഛനെന്തോ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു, ഇന്ന് എടുത്ത് തരില്ല എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്താ പറയാ, നമ്മളും കുറുമ്പും വാശിയും ഒക്കെ കാണിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഈ കുഞ്ഞു പ്രായത്തിൽ കുട്ടിയും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ കുട്ടിയും അതുപോലെ അനുകരിക്കുകയാവും. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ മാറാൻ ശ്രമിക്കുക. കുട്ടീനെ മാറ്റുന്നതിന് മുമ്പ് നമുക്ക് ഒരാളെ മാറ്റുന്നതിനെക്കാട്ടിൽ എളുപ്പം എന്താണ്, നമ്മളുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ക്യാരക്ടറാണ് ആദ്യമായി നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മൾ കാമായിട്ട് ഇരിക്കുക. കുട്ടി ദേഷ്യപ്പെടുമ്പോൾ വാശി കാണുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാമായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ഒരു 5 ഓ 7 പ്രാവശ്യം നന്നായിട്ട് ബ്രീത്ത് ചെയ്ത് കാമാകാൻ നോക്കും. ഇനി ഈ വാശികൾ മാറാൻ ഒരുപാട് ടിപ്സുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു 6 ടിപ്സ് ആണ് ഞാനിപ്പോ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഡാനിഷ് എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് ഡാനിഷ്. അതിൽ ഡി എന്താണ്, എ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഡാനിഷ് എന്ന മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാറ്റങ്ങൾ കാണാം. അതായത് ഡി എന്ന ഡാനിഷിലെ ഫസ്റ്റ് ലെറ്റർ ഡി. ഡി എന്താണ്, ഡിസ്ട്രാക്ട്. അതാണ് ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ കുട്ടി വാശി പിടിക്കുമ്പോൾ, ചെറിയ കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ ശ്രദ്ധയെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുക. ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറ്റും അല്ലെ. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പറയും കാക്ക പൂച്ച എന്നൊക്കെ പറയുമ്പോൾ അവര് പെട്ടെന്ന് ആ ഏത് ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിലും അങ്ങ് അവരുടെ ശ്രദ്ധ തിരിയും, ഇങ്ങനെ തിരിഞ്ഞു നോക്കും. അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധയെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ കുട്ടി വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ന സാധനം വേണമെന്നാണ് വാശി പിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചു കൊടുക്കാം. അവനക്ക് ഇഷ്ടപ്പെട്ട ടോയോ അതല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയിക്കാണ്ട് എന്തെങ്കിലും കാക്കയോ പൂച്ചയോ അങ്ങനെയൊക്കെ കാണിച്ചിട്ട് കൊടുത്താലും ചെറിയ കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് കാമും. പക്ഷെ കുറച്ചും കൂടി വലിയ കുട്ടിയാവുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ. അവരെന്താ ചെയ്യാ, അവരെന്ത് ചെയ്യണം, അവരെ ആക്ടിവിറ്റിയിലൂടെയാണ് നമുക്ക് കാമാക്കാൻ ചെയ്യുക. അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ഉണ്ടാവും, കളിക്കുക, അതുപോലെ ക്രാഫ്റ്റ്, ഇങ്ങനത്തെ ഓരോ സംഗതികൾ ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു ക്ലേ ഒക്കെ വെച്ചിട്ട് കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാശി പിടിക്കുകയാണെങ്കിലും ആ കുട്ടി അറിയാണ്ട് നമ്മൾ ശ്രദ്ധിക്കും. ഞാൻ വാശി പിടിക്കുകയാണല്ലോ, എന്നിട്ട് ഇവരെന്താ മൈൻഡ് ചെയ്യാതെ, എന്നെ മൈൻഡ് ചെയ്യാതെ അവരവിടെ കളിച്ചോണ്ടിരിക്കുന്നത്. കുറെയൊക്കെ വാശി പിടിച്ചു നോക്കും, പിന്നെന്ത് ചെയ്യും, അവരെന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എന്നാ അവരൊപ്പം കളിക്കാം എന്നുള്ള മൈൻഡ് കുട്ടിക്ക് വരും. അപ്പൊ കുട്ടി എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിലേക്ക് ശ്രദ്ധിക്കും. നമ്മൾ പെയിന്റിങ് ചെയ്യുക, ഇപ്പൊ ബോട്ടിൽ ആർട്ട് അതുപോലുള്ള അതൊക്കെ കുട്ടികൾക്ക് പെയിന്റിങ് ആയിട്ടുള്ള കളിയൊക്കെ ഇഷ്ടമാവും. ഡ്രോയിങ്, അതുപോലെ തന്നെ ക്ലേ കൊണ്ടുള്ള കളികൾ, അതൊക്കെ ഒന്നും മിണ്ടണ്ട. നമ്മൾ എന്ത് ചെയ്യാ, അവരെ മൈൻഡ് ചെയ്യാതെ ഈ കളികൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ അവര് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് കാമായിട്ട് വന്നുകൊള്ളും. ഇനി ഈ ചില കുട്ടികൾ എന്താ ചെയ്യാ, വാശി വരുമ്പോ ചിലത് എറിഞ്ഞടക്കും. പാത്രങ്ങള്, ടോയ്സ്, ഇതൊക്കെ എറിഞ്ഞെടുക്കുന്ന കുട്ടികളാണ്. അവിടെയാണ് നമുക്ക് ദേഷ്യം വരിക. നമ്മൾ ബാക്കിയൊക്കെ സഹിക്കും, പക്ഷെ നമുക്ക് പ്രിയപ്പെട്ട സാധനങ്ങൾ എറിഞ്ഞടക്കുമ്പോ നമുക്ക് ഇഷ്ടാവില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്കും ദേഷ്യം വരും. നമ്മൾ അറിയാം, നീ അത് എറിഞ്ഞെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എല്ലാവരും കണ്ട അവൻ ആ പാത്രം എറിഞ്ഞൊടിച്ചു, അവൾ അത് കീറിക്കളഞ്ഞു, അങ്ങനെയൊക്കെ പറയില്ലേ. പക്ഷെ നമ്മൾ അവിടെ ചെയ്യേണ്ടത് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കേ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം, സോറി ഇവിടെ കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഒരിക്കലും അവൻ എറിഞ്ഞു, പാത്രം ഉടക്കുന്നുണ്ട്, അവൻ വലിച്ച് എറിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറയരുത്. പകരം നമ്മൾ എന്ത് ചെയ്യാം, മൈൻഡ് ചെയ്യാണ്ട് ഇരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാമായിട്ട് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി നമ്മൾ അങ്ങനെ പറഞ്ഞാല്, നമ്മളിപ്പോ പറയാണ് ആ പ്ലേറ്റ് വലിച്ചെറിയുന്നുണ്ട് കണ്ട, അതെല്ലാം നശിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടി അവിടെ എന്താണ്, ആ കുട്ടി ഉദ്ദേശിച്ച കാര്യം അവിടെ സാധിക്കുകയാണ് അല്ലെ. കുട്ടിയുടെ ഉദ്ദേശം എന്താണ്, എന്നെ അവർ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ ഈ പാത്രം ഉടച്ചാല്, ഞാൻ ഈ സാധനങ്ങൾ ഈ ഡ്രസ്സൊക്കെ വലിച്ചു വാരിയിട്ടാല് അവരെന്നെ ശ്രദ്ധിക്കും. അപ്പൊ കുട്ടി ഉദ്ദേശിച്ച കാര്യം അവിടെ വിജയിച്ചു. അപ്പൊ ആരാണ് അവിടെ ശരിക്കും വിജയിച്ചത്, കുട്ടിയാണ് അവിടെ വിജയിക്കുക അല്ലെ. അപ്പൊ അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. അങ്ങനെ ചെയ്താല് ആ കുട്ടി എന്താണ്, എന്റെ കാര്യങ്ങൾ ഇവിടെ സാധിച്ചു എന്നുള്ള ഒരു ബോധം കുട്ടിക്ക് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു സബ്ജക്റ്റ് മിണ്ടാതിരിക്കുക. അവൻ വലിച്ചിടുന്നുണ്ട്, അവൻ വലിച്ചിട്ടോട്ടെ കുഴപ്പമില്ല, എത്ര നേരം അവൻ വലിച്ചിടും, നമ്മൾ മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടി അത് ചെയ്യുള്ളൂ അല്ലെ. അല്ലെങ്കിൽ എന്തായാലും നമുക്ക് ഏതൊരു പ്രവൃത്തി ഒരാൾ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ, ആരും എന്നെ നോക്കുന്നില്ല, നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞാൽ അത് നമ്മൾ ഉപേക്ഷിച്ചു പോകും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇനി അടുത്തത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഡിയിലെ പിന്നെ ഡിസ്ട്രാക്ട് എന്ന് കഴിഞ്ഞു. ഇനി നമ്മൾ ഡാനിഷ് എന്നിലെ എ എന്ന് പറഞ്ഞാൽ ഗിവിംഗ് സം അവാർഡ്സ് എന്നാണ്. എന്താണ് ഗിവിംഗ് സം അവാർഡ്സ് പറഞ്ഞാൽ, അവാർഡ് കൊടുക്കുക എന്നല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കൊടുക്കുക. അത് അവാർഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വാക്കുകളാവാം,
നമ്മൾ എന്ത് സാധനം കൊടുത്താലും അത് അവർക്കൊരു അംഗീകാരമായി തോന്നണം. നമ്മളിപ്പോ ഈ കുട്ടി നമ്മൾ കുട്ടിയോട് പറയാം, എനിക്ക് ഇന്ന കാര്യങ്ങൾ, ഞങ്ങൾ പേരൻസിന് ഇന്ന ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് കുട്ടി രാവിലെ എണീക്കുമ്പോ പ്രാർത്ഥിച്ച് എണീക്കുക, അത് കഴിഞ്ഞിട്ട് പല്ല് തേക്കുക, അത് കഴിഞ്ഞ് കുളിക്കുക, അങ്ങനെ ഓരോ നമ്മളൊരു റുട്ടീൻ വെക്കണം. ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അത് ഇന്ന് നീ ചെയ്യുകയാണെങ്കിൽ ഇന്ന് കംപ്ലീറ്റ് നീ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം അത് ഓർഡർ തെറ്റിക്കാതെ, അല്ലെങ്കിൽ ഓർഡർ തെറ്റിച്ചോ കുഴപ്പമില്ല, ആ കുട്ടി നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെ ആ കുട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അവാർഡ് അത് മതി അവർക്കൊരു അവാർഡായി തോന്നാൻ. കുട്ടി എപ്പോഴും നമ്മൾ എന്ത് കുട്ടിച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ പോലും നമ്മൾ അവരെ അഭിനന്ദിക്കാൻ മറക്കരുത് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നത്, കുട്ടി ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് വീണ ഒരു സാധനം എടുത്തു തന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, അതിന് താങ്ക് യു എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. അതല്ലെങ്കിൽ ആ ഗുഡ് ബോയ് ആണല്ലോ, ഗുഡ് ഗേൾ ആണല്ലോ, നീ അത് ചെയ്തു, വെൽ ഡൺ എന്ന് പറയാൻ നമ്മൾ മടിക്കരുത്. അത് ആ കുട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടല്ലോ, മാറ്റമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. നിങ്ങളുടെ ഈ കുഞ്ഞു വാക്കുകളിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കുക. നമ്മൾ പറയണം, ഇന്ന് നീ നല്ല കുട്ടി ആയതുകൊണ്ട്, ഇന്ന് നീ വാശിയൊന്നും പിടിച്ചില്ലല്ലോ, നീ ഇന്ന് ഗുഡ് ഗേൾ ആയിട്ടുണ്ട് അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ പേരൻസ് എന്ത് ചെയ്യാണ്, നിന്നെ നെക്സ്റ്റ് വീക്ക് സാറ്റർഡേ ഓർ സൺഡേ നിന്നെ എന്ത് ചെയ്യും, പാർക്കിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നിന്നെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിത്തരാം എന്ന് പറയുക. അപ്പൊ തന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കരുത്. ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ചില അത് നമ്മൾ ശ്രദ്ധിക്കണം. ചില പേരൻസ് എന്തിനും ഏതിനും ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള അത് നമുക്ക് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് ഉണ്ടാവുക. എപ്പോഴും കൊടുത്തോണ്ടിരുന്ന കുട്ടി എന്ത് ചെയ്യുക, ഇത് എപ്പോഴും കിട്ടും, എല്ലായ്പ്പോഴും നമുക്ക് കൊടുക്കാൻ കഴിയില്ല അല്ലെ, അപ്പൊ കിട്ടാതെ വന്ന കുട്ടിക്ക് അതും ഒരു മാനസിക പ്രശ്നമായി മാറും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യണം, എപ്പോഴും കൊടുക്കല. നമ്മൾ ഒരു ഗിഫ്റ്റ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഈ കുട്ടി ഇന്ന കാര്യങ്ങൾ ഒരു ദിവസം ഇന്നൊക്കെ ചെയ്താല് ബെഡ്ഷീറ്റ് എണീറ്റ ഉടനെ ബെഡ്ഷീറ്റ് ക്ലീൻ ആക്കിയിട്ട് മടക്കി വെക്കുക, പുതപ്പുകളും കാര്യങ്ങളും വെക്കുക, ടൈം ടേബിൾ കറക്റ്റ് ആയി നോക്കുക, ഹോംവർക്ക് ചെയ്യാനുള്ളത് ചെയ്യുക, അതെല്ലാം കൃത്യമായി ചെയ്താൽ പിന്നെ അവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെയല്ലേ കൊടുക്കണം, ഒരു വീക്ക് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, എനിക്ക് ഗിഫ്റ്റ് തരും, ഇതിന് നീ നല്ല കുട്ടി ആയതിന് ഞങ്ങൾ ഗിഫ്റ്റ് തരും. പക്ഷെ നമ്മൾ ഒരു കാര്യം പറയണം, നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പാലിക്കും കൂടി വേണം കേട്ടോ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, പ്രോമിസ് ചെയ്യും, അത് നടത്തില്ല, നമ്മൾ എന്താ നമ്മുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതും മറന്നു പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതും നമുക്ക് എന്താണ് തിരിച്ചടിയായിട്ട് വരും. പിന്നെ കുട്ടി കൂടുതൽ വാശിയെടുക്കും. ഞാന് നല്ലതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഇവരെന്താണ്, ഇതൊക്കെ പറയും, അവര് കാര്യസാധീകരണത്തിന് വേണ്ടിയിട്ട് പലതും പറയും, എനിക്കൊന്നും കിട്ടാനും പോകുന്നില്ല എന്നുള്ള ഒരു ചിന്ത കുട്ടിക്ക് വരും. അത് പാടില്ല. അതുപോലെ തന്നെ എന്താ കുട്ടിക്ക് വരാം, എന്റെ പേരൻസ് വാക്ക് പറഞ്ഞാൽ പാലിക്കില്ല എന്നുള്ള നെഗറ്റീവ് തോട്ട് വരും ല്ലേ. അതുപോലെ തന്നെ കള്ളം പറയുന്നവരാണ് എന്നുള്ള ഒരു തോന്നലും കുട്ടിക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരിക്കലും നമ്മൾ എന്താ ചെയ്യുക, ഈ അവാർഡ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്താണ് പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും കൊടുക്കണം. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് മാറ്റർ ആണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഒരു കൂട്ടം കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു വീക്ക് നിന്നെ നോക്കട്ടെ, ഒരു വീക്ക് നിന്റെ ക്യാരക്ടർ നോക്കട്ടെ, എന്നാൽ നിന്നെ ഇന്ന സ്ഥലത്തേക്ക് ടൂർ കൊണ്ടുപോകാം. അപ്പൊ ആ കുട്ടി എന്താ, തീർച്ചയായും ആ കുട്ടി ശരിയാണല്ലോ, ഞാൻ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് ഗുണമുണ്ടെന്ന് ആ കുട്ടിക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ പേരൻസിനും എന്താണ് കാര്യങ്ങൾ എളുപ്പമാവും ല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു ഡാനിഷിലെ ഡിസ്ട്രാക്ട് പറഞ്ഞു, എ എന്നുള്ളത് ഗിവിംഗ് സം അവാർഡ്സ് എന്ന് പറഞ്ഞു. ഇനി എൻ ആണ്. എൻ എന്താ, നെഗോഷിയേറ്റ്. നെഗോഷിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ധാരണ ഉണ്ടാക്കുക. നെഗോഷിയേറ്റ് എന്ന് പറയുമ്പോൾ ധാരണ ഉണ്ടാക്കുക. എന്താണ് നമ്മൾ ധാരണ ഉണ്ടാക്കേണ്ടത്, നമ്മുടെ ബിസി ലൈഫിൽ പലർക്കും എന്താണ് കുട്ടികളുമായി മിംഗിൾ ചെയ്യാൻ, സംസാരിക്കാൻ സമയം കിട്ടാറില്ല അല്ലെ. നമ്മൾ എന്താണ് എപ്പോഴും കുട്ടികൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും മാറ്റിവെക്കണം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. 2 മണിക്കൂറെങ്കിലും. 2 മണിക്കൂർ കൂടുതൽ കൊടുക്കണ്ട എന്നല്ല കേട്ടോ, അത്രയും ബിസി ലൈഫുള്ള ഒരു പേരൻസ് ആണെങ്കിൽ 2 മണിക്കൂർ നമ്മുടെ പിന്നെ ഒരു ദിവസത്തിൽ 2 മണിക്കൂർ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ എന്താണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആ സമയത്ത് കുട്ടികളോട് നന്നായിട്ട് സംസാരിക്കുക. എന്നിട്ട് പറയാം, അതും ഉപദേശമാണെന്ന് അവർക്ക് തോന്നരുത് കേട്ടോ. നമ്മൾ ആ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് നീ ഇങ്ങനെ വാശി പിടിച്ചപ്പോൾ ഞങ്ങൾക്ക് വിഷമമായിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്, വാശി പിടിച്ചാൽ നിന്റെ എനർജി അല്ലേ ലോസ് ആവുക. അപ്പൊ ആ സമയത്തായിരിക്കും ചിലപ്പോ
നമ്മൾ ഈ കുട്ടികൾക്ക് 2 മണിക്കൂർ കൊടുക്കുന്ന സമയത്തായിരിക്കും കുട്ടി വാശി പിടിക്കുക അല്ലെ. ആ സമയത്താണ് വാശി പിടിക്കുക, നമ്മൾ എന്ത് ചെയ്യും, ഓ നമുക്ക് കേൾക്കാൻ വയ്യ, ആ സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും വേണ്ടില്ല ചിലപ്പോ ഒന്നെങ്കിൽ അച്ഛൻ പറയും അതങ്ങോട്ട് സാധിച്ചു കൊടുത്തല്ല, എന്തിനാണ് വെറുതെ ഈ പിന്നെ ശബ്ദം കേട്ട് ഒച്ചയും വിളിയൊക്കെ നമ്മൾ കേൾക്കുന്നത്, ബോറടിയാണ്, നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ അവന്റെ ആവശ്യം ഇങ്ങോട്ട് സാധിച്ചു കൊടുത്തല എന്ന് ഒരാൾ പറയുകയും ഒരാൾ ഞങ്ങൾ പറയാ ഒരാൾ എസ് പറയാ, ആ സംഭവം വരരുത്. നമ്മൾ ഒരുമിച്ചാണ് തീരുമാനം എടുക്കേണ്ടത്. വീട്ടിലെ എല്ലാ മെമ്പേഴ്സും ഒരുമിച്ച് തീരുമാനം എടുത്താലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അതെല്ലാം പലപ്പോഴും എന്താണ് മാതാപിതാക്കള് നോ പറയും, ഒന്നെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ളത് ഫാദർ പറയും ഓക്കെ അമ്മ അങ്ങനെ പറഞ്ഞു ഞാൻ വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ ചെയ്തു തരാം എന്നുള്ള കാര്യം പറയും. അതല്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഈ കാര്യം പറയുന്നത് ഗ്രാൻഡ് പാരന്റ്സ് ആവും. ഗ്രാൻഡ് പാരന്റ്സിന് ഒരിക്കലും നമ്മളെ പേരക്കുട്ടികളെ കരയിപ്പിക്കുന്നത് ഇഷ്ടമല്ല. അവരുടെ കരച്ചിൽ, അവരുടെ വാശി, അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അവര് വേഗം എന്ത് ചെയ്യും, അത് സാരല്ല, എന്റെ കുട്ടീനെ ആരാണ് വിഷമിപ്പിച്ചോ സാരല്ല കേട്ടോ, ഞങ്ങളുണ്ടല്ലോ കൂടെ, അമ്മ അങ്ങനെ പറഞ്ഞു, അമ്മക്ക് അടി കൊടുക്കണം, അങ്ങനെ പറയരുത്. എന്താണ് നമ്മൾ ഒരുമിച്ചുള്ള തീരുമാനമാണ്. അവരെന്താണോ അതിൽ നിന്ന് പറയുന്നത്, അവർക്ക് എന്താണോ അത് കിട്ടുന്നത്, ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേരൻസും ഗ്രാൻഡ് പാരന്റ്സും ഒരുമിച്ച് അവരോട് പറയാം, നമ്മൾ ഇങ്ങനെ ചെയ്താല് അവർക്ക് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് ഉണ്ടാക്കുക എന്നുള്ളത് പറയാം. അപ്പൊ നമ്മൾ നെഗോഷിയേറ്റ് ധാരണ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഒരു കാര്യം കുട്ടിയോട് പറയാണ്, അപ്പൊ കുട്ടി കോംപ്രമൈസ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഓപ്ഷൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യിപ്പിക്കുകയും ചെയ്യാം, ഓപ്ഷൻസ് കൊടുക്കുകയും ചെയ്യാം. അതായത് ഇപ്പൊ കുട്ടി നമ്മൾ എടുത്ത് ഡ്രസ്സ് ആയിരിക്കും, നമ്മൾ ഒരു 3-4 ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ കുട്ടി പറയും എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമില്ല, ഞാൻ ഇടില്ല എന്ന് വാശി പിടിക്കും. കുട്ടി ഇഷ്ടപ്പെടുന്നത് വീട്ടിൽ നിന്ന് ഇടുന്ന ചിലപ്പോൾ അത്രയൊന്നും കൊള്ളാത്തൊരു ഡ്രസ്സ് ആയിരിക്കും ഇടാം. അപ്പൊ നമുക്കത് എന്ത് ചെയ്യും, നമ്മൾ പെട്ടുപോകും. കാരണം കുട്ടിക്ക് ആ ഡ്രസ്സ് മതി, നമ്മൾ എടുത്തു കൊടുത്ത നല്ല ഡ്രസ്സ് വേണ്ട. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു 3 ഓപ്ഷൻ കൊടുക്കുക, 3 ഡ്രസ്സ് എടുത്തു കൊടുക്കുക. എന്നിട്ട് പറയാം ഈ 3 ഡ്രസ്സ് ഉണ്ട് നിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്, ഇതിൽ നിനക്ക് ഇഷ്ടപ്പെട്ടത് നീ ചൂസ് ചെയ്യുക, അത് എടുത്തിട്ട് പോവാ, അത് ഉടുത്തിട്ട് നമുക്ക് പോവാന്ന് പറയാം. അപ്പൊ കുട്ടിക്ക് എന്തായി, എന്നെ അവർ അംഗീകരിക്കുകയും ചെയ്തു, എന്നാലും വാശി അങ്ങോട്ട് തീരും ചെയ്യും. കാരണം നമ്മൾ ഓപ്ഷൻ കൊടുത്തു, നമ്മളുടേതാണ് ആ ആഗ്രഹം എന്നുള്ളത് അവർക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ടാണ് 3 ഡ്രസ്സ്, അതിലൊന്നും എനിക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ രാത്രി കഥ പറയുന്ന കുട്ടികളാണെങ്കിൽ കുട്ടികൾ എന്ത് പറയും, എനിക്ക് ഇന്ന് 2 കഥ, കുട്ടികൾ ചില കുട്ടികൾ അങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുത്താൽ അടുത്തത് വേണം, അടുത്ത കഥ പറഞ്ഞു കൊടുത്താൽ അടുത്തത് വേണം. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നമ്മൾ പറയാം 2 സ്റ്റോറി ഉണ്ട്, അതിൽ ഒരു സ്റ്റോറി കുറുക്കന്റെ സ്റ്റോറിയാണ്, ഒന്ന് എന്താണ് ഒരു രാജാവിന്റെ സ്റ്റോറിയാണ്, ഇതിൽ ഏത് സ്റ്റോറി നിനക്ക് വേണം ചോദിക്കുക. അപ്പൊ കുട്ടി പറയല്ല എന്താണ്, എനിക്ക് 2 സ്റ്റോറിയും വേണം എന്ന് പറയും. നമ്മൾ അതിന് സമ്മതിച്ചു കൊടുക്കരുത്. നമ്മൾ എന്താ പറയാ, അങ്ങനെ പറ്റില്ല, നമ്മൾ കാം ആയിട്ടാണ് പറയാം, അങ്ങനെ പറ്റില്ല, ഈ 2 സ്റ്റോറിയിൽ ഒന്ന് എനിക്ക് ചൂസ് ചെയ്യാം, അത് ഞാൻ ഇന്ന് പറഞ്ഞില്ല. അപ്പൊ കുട്ടി കുറച്ചു നേരം ഒന്ന് ആലോചിക്കും, ഓക്കെ എന്നാൽ എനിക്ക് രാജാവിന്റെ കഥ മതി എന്ന് പറയും. ഓക്കെ ഗുഡ് ബോയ്, അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന രാജാവിന്റെ കഥ, നാളെ നിനക്ക് ആ കുറുക്കന്റെ കഥ പറഞ്ഞു തരാൻ പറയും. അപ്പൊ അവിടെ എന്തായി, ചൂസ് ചെയ്യാനുള്ള അവസരം കൊടുത്തു, കോംപ്രമൈസ് ആവും ചെയ്യും. അതാണ് നമ്മളുടെ നെഗോഷിയേറ്റ്, ധാരണ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്ത് കാര്യത്തിനും കുട്ടിക്കും കൂടി ചാൻസ് കൊടുക്കുക, ആ ചാൻസിൽ നിന്ന് അവർക്ക് ഓപ്ഷൻ കൊടുത്തിട്ട് അവരോട് പിക്ക് ചെയ്യാൻ പറയാം. അപ്പൊ അവർക്കും സന്തോഷാവും, നമ്മുടെ കാര്യം സാധിക്കും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ബെഡ്ഷീറ്റ് നേരാക്കണം, കുട്ടിയോട് പറയാണ് എന്നും നീ ബെഡ്ഷീറ്റ് നേരാക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ കുട്ടി ചിലപ്പോൾ പറയും പറ്റില്ല എന്ന് പറയും. അപ്പൊ അതിന് പകരം നമ്മൾ എന്താ, നമ്മൾ പറയുന്ന രീതി ഒന്ന് മാറ്റുക. ഓക്കെ ബെഡ്ഷീറ്റ് നീ എണീറ്റതല്ലേ, ഞാൻ ഈ ബെഡ്ഷീറ്റിന്റെ ഒരു സൈഡ് പിടിക്കാം, നീ അപ്പുറം പിടിക്കോ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഇത് ചെയ്യാം. അപ്പൊ കുട്ടി ഓക്കെ എന്ന് പറയില്ല, കുട്ടി എതിർത്ത് പറയില്ല, അപ്പൊ ഓക്കെ എന്ന് പറയും. അതുപോലെ തന്നെ കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ ഒന്ന് പോകുന്നതിന് തുടക്കാനും അടിച്ചു വാരാനൊക്കെ ചില പേരൻസ് പറയും. അപ്പൊ കുട്ടികളെ സമ്മതിക്കില്ല. അപ്പൊ എന്താ പറയാ, നീ അടിച്ചു വാരാണെങ്കിൽ ഞാൻ തുടക്കാം എന്ന് പറയാം, ഞാൻ ക്ലീൻ ചെയ്യാം, നീ അടിച്ചു വാരി എന്ന് പറയും. കുട്ടി എന്ത് ചെയ്യും, ഓക്കെ എന്ന് പറയും. അങ്ങനെ ഓരോന്നും നമ്മൾ കോംപ്രമൈസ് ചെയ്ത് ചൂസ് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കാം. ഇനി 4മത്തേത് എന്ന് പറയുന്നത് ഇഗ്നോർ എന്നുള്ളതാണ്. കാരണം ചിലപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ചെറിയ കുട്ടികളാണെങ്കിലുള്ളൂ നമുക്ക് എന്താ ശ്രദ്ധ തിരിച്ചുവിടാൻ പറ്റുള്ളൂ, അവരെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ കുട്ടികളോട് നമ്മൾ ശ്രദ്ധ തിരിച്ചിട്ടിട്ട് കാര്യമൊന്നുമില്ല, അവരെന്താണ് ഭയങ്കരമായിട്ട് വാശി പിടിക്കുകയാണ്, ശ്രദ്ധ തിരിച്ചുവിടാൻ പറ്റിയ ഏജും അല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, അവഗണിക്കുക, അവരെ ഒട്ടും മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പൊ അവരൊരു റൂമിലാണ് ബഹളം വെക്കുന്നതുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് മാറി നിൽക്കാം, മറ്റേ റൂമിലേക്ക് നമ്മൾ മാറിക്കാം. പക്ഷെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ,
നമ്മൾ മാറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ശ്രദ്ധ ആ റൂമിലേക്ക് വേണം. കാരണം അവിടെ കുട്ടി ഒന്നും ചെയ്യാണ്ടിരിക്കാം. കത്തി അതുപോലുള്ള മൂർച്ചയുള്ള സാധനങ്ങൾ, കത്തി, ബ്ലേഡ് അങ്ങനത്തെ സാധനങ്ങളും ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുകയും വേണം. എന്നിട്ട് വേണം നമ്മൾ അവരെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഒട്ടും അവരത്ര സമയം കരഞ്ഞിട്ടും നമ്മൾ എന്താണ് അവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും? അവരെന്താ ആ വാശി നിർത്താതെ കഴിയില്ല. കാരണം അവരെന്ത് ചെയ്യും? ഞാൻ ഇത്രയും ബഹളം വെച്ചിട്ടും അവർക്ക് ഒരു പ്രശ്നവും ഇല്ലേ എന്ന് ചിന്തിക്കും. പക്ഷെ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബഹളം നമ്മള് അവഗണിക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്നിച്ചു വേണം അവരെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. നമ്മള് അമ്മ അവരെ മൈൻഡ് ചെയ്യാതെ വിടുകയും വീട്ടിലെ ഗ്രാൻഡ് പാരന്റ്സ് അല്ലെങ്കിൽ ഫാദേഴ്സ് അവരെ പിടിച്ചിട്ട് പറയാം, ആഹാ അവൾ അങ്ങനെ പറഞ്ഞു, അവൾ ഇങ്ങനെ ചെയ്തോ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എന്റെ കുട്ടിക്ക് വേദനിച്ചോ, എന്റെ കുട്ടി ഒരുപാട് കരഞ്ഞോ, ക്ഷീണിച്ചോ, അങ്ങനത്തുള്ള ഒരു വാക്കുകളും നമ്മൾ പറയണ്ട. കുറച്ച് ടൈം ഔട്ട് നൽകാൻ അവർക്ക് അതൊന്ന് അവരുടെ ആ വാശി ഒന്ന് കുറയാൻ, അവരുടെ ആ ദേഷ്യം ഒന്ന് കുറക്കാൻ സമയം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ടൈം ഔട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ, ഒരു 2-3 വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരിക്കലും ഒരു 3 മിനിറ്റ് കൂടുതൽ ടൈം ഔട്ട് കൊടുക്കരുത്. 3-4 മിനിറ്റ് കൂടുതൽ. വലിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു 7-8 മിനിറ്റ് വരെ കൊടുക്കാം. പക്ഷെ ചെറിയ കുട്ടികൾക്ക് ഒരിക്കലും നമ്മൾ ഒരു റൂമിലിട്ട് അടക്കുക, അങ്ങനത്തെ പേരൻസ് ഉണ്ട്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ റൂമിലിട്ട് അടക്കും, അത് മണിക്കൂറുകളോളം അടച്ചിടുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്തത് അത് ആ കുട്ടിക്ക് പിന്നീട് ട്രോമ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടൈം ഔട്ട് നൽകുന്ന സമയം കൂടി ഓരോ ഏജിനനുസരിച്ചിട്ടും ടൈം ഔട്ട് നൽകണം. ഒരു 3 മിനിറ്റ് ആണ് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ വലിയ കുട്ടികൾക്ക് 7 മിനിറ്റ് കൊടുക്കണം. അങ്ങനെ ഓരോ ഏജ് അനുസരിച്ചിട്ടാണ് നമ്മൾ ടൈം കൊടുക്കേണ്ടത്. ഇനി ഈ ടൈം ഔട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം കുട്ടി ഒന്ന് കാം ആവുള്ളൂ. ആ സമയത്ത് നമ്മൾ എന്താ, ആ കുട്ടീനെ ഒന്നും മിണ്ടണ്ട, ഒന്നും സംസാരിക്കണ്ട, ഒന്ന് ഹഗ് ചെയ്യുക. അല്ലെങ്കിൽ വലിയ കുട്ടിയാണെങ്കിൽ തോളത്തൊന്ന് കൈ പിടിച്ചിട്ട് ഇരിക്കുക. ഒന്നും സംസാരിക്കണ്ട, അവരോട് മുഖത്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഉമ്മൊക്കെ കൊടുത്തിട്ട് ഇരിക്കുക. അവര് സമ്മതിക്കില്ല, അവര് കുടഞ്ഞു മാറും, വേണ്ട എന്നെ തൊടണ്ട എന്നൊക്കെ പറയും. കുറച്ച് സമയം അവരുള്ളൂ പറയും. നമ്മൾ അതിനൊന്നും മിണ്ടണ്ട, നമ്മൾ വീണ്ടും അവരെ കൂട്ടിപ്പിടിക്കുക. അവര് വീണ്ടും നമ്മളെ കൈ തട്ടി മാറ്റും, എന്റെ അടുത്തേക്ക് വരണ്ട എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഒന്നും മിണ്ടാതെ തന്നെ ഒരു കാമായിട്ട് ഇരുന്ന് കണ്ട് അവരെ ഹഗ് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് സമയം കഴിഞ്ഞാൽ അവർ തീർച്ചയായും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, അവര് ഓട്ടോമാറ്റിക് ആയിട്ട് കാമായിട്ട് മാറും, അവർ കൂളായിട്ട് മാറും. അപ്പൊ നമ്മൾ എന്തായാലും ടൈം ഔട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ സമയം അവര് ഇഗ്നോർ ചെയ്തു, അവരെ അവഗണിച്ച ശേഷം അവർ കാമായി കഴിഞ്ഞാൽ, അവർ ആ വാശി നിർത്തി കഴിഞ്ഞാൽ അവര് ചേർത്ത് പിടിക്കുക കൂടി വേണം കേട്ടോ. പിന്നെ ഉള്ളത് 6ാമത്തെ കാര്യമാണ് സപ്പോർട്ട്. നമ്മള് ഡി പറഞ്ഞു, ഡി ഡിസ്ട്രാക്ട് പറഞ്ഞു, എ ഗിവിങ് സം അവാർഡ് പറഞ്ഞു, എൻ നെഗോഷിയേറ്റ് പറഞ്ഞു, പിന്നെ ഐ ഇഗ്നോർ. ഇപ്പൊ 4ാമത്തെ പറഞ്ഞു. ഇനി എന്താണ്? സപ്പോർട്ട് എന്നുള്ളതാണ് 5ാമത്തത്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പലപ്പോഴും എന്താണ്, നമ്മുടെ മക്കൾ പല കാര്യങ്ങൾ കൊണ്ടാവും വാശി പിടിക്കുന്നത്. അത് നമ്മൾ അറിയില്ല. പല കാര്യം കൊണ്ട് വാശി പിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാരണം അറിയാതെ, ഞാൻ നേരത്തെ പറഞ്ഞു റീസൺ എന്താണെന്ന് ചെയ്യണം. അപ്പൊ നമ്മൾ റീസൺ അറിയാതെ ആയിരിക്കും കുട്ടിയോട് ബിഹേവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ കാരണം അറിയാൻ കുട്ടിയോട് ചോദിക്കുക, എന്തുകൊണ്ടായിരിക്കാം കുട്ടി വാശി പിടിച്ചത്? ചിലപ്പോൾ സ്കൂൾ വിട്ട ഉടനെ വാശി പിടിച്ച് ദേഷ്യം വന്ന് ബാഗും ബുക്കും ഒക്കെ വലിച്ചെറിഞ്ഞ് വാശി പിടിക്കുകയായിരിക്കും. ചിലപ്പോ എന്താണ്, സ്കൂളിലെ കുട്ടികളുമായി ഫ്രണ്ട്സും അടി കൂടിയതാവാം, അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടിനോട് പിണങ്ങിയതാവാം, അതും അല്ലെങ്കിൽ എന്താ ടീച്ചേഴ്സ് എന്തെങ്കിലും അവരോട് മോശമായി പെരുമാറിയതാവാം, അതല്ലെങ്കിൽ നമ്മുടെ ബസ്സിൽ കണ്ടോ ഡ്രൈവറോ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ എന്ത് ചെയ്യണം? ചോദിക്കണം, എന്താണ് പ്രശ്നം? അപ്പൊ അവരെന്ത് ചെയ്യും? നമ്മളോട് കാമായിട്ട് പറഞ്ഞു തരും, എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അപ്പോ അതുകൊണ്ടാണ് എനിക്ക് അത് വാശിയായി പുറത്തു വന്നത് എന്ന് പറയും. ആ സമയത്ത് നമ്മൾ എന്താണ്, അവരോട് ദേഷ്യപ്പെടില്ല, വേണ്ട, ഓക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, നമുക്ക് അത് സോൾവ് ചെയ്യാം. അപ്പോൾ തന്നെ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവരുടെ കൂടെ നിൽക്കുകയും വേണം. ടീച്ചേഴ്സ് അങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ഫ്രണ്ട്സ് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സാരില്ല, പോട്ടെ, നമുക്ക് സംസാരിക്കാം, ഒരു ദിവസമല്ലേ. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരോട് സംസാരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ആ സമയത്ത് നമ്മൾ എന്താണ്, കുട്ടികളോട് എന്ത് ചെയ്യണം? എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിക്കുക. നിനക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഇന്ന് ഉണ്ടായിട്ടുണ്ടോ?
എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഒന്നും കുട്ടി പറയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും പറയുക. അതിനുശേഷം കുട്ടിയോട് ചോദിക്കാം, ഇതുപോലെ നീയും ഞങ്ങൾക്ക് പറഞ്ഞതാ, നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ, നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെ. അപ്പൊ കുട്ടി കുറച്ച് ആദ്യമൊക്കെ കുറച്ച് ഇങ്ങനെ പറയും. പിന്നീട് കുട്ടി പറയും, കറക്റ്റ് ആയിട്ടുള്ള റീസണിലേക്ക് എത്തും. ആ സമയത്ത് പറയാം, ഇതായിരുന്നോ പ്രശ്നം, ഇത് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ, ഞങ്ങളില്ലേ നിന്റെ കൂടെ. അപ്പൊ എന്ത് ചെയ്യാം? അവര് പറയുന്ന കാര്യങ്ങൾക്ക് അവരുടെ കൂടെ നിന്നിട്ട് സിറ്റുവേഷൻ നോക്കിയിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കാം. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഇപ്പൊ ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോഴേക്കും കുട്ടി ബഹളം വെക്കാം. ആ സമയത്ത് നമ്മൾ സപ്പോർട്ട് കൊടുക്കാൻ നിൽക്കരുത്. ആ സമയത്താണ് കുട്ടി എന്താ ടോയ്സ് വേണം എന്ന് പറഞ്ഞാണ്ട് ബഹളം വെക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മുടെ ഒരു അഭിമാന പ്രശ്നമായിട്ടാണ് നമ്മൾ കാണുക, അല്ലെ? കുട്ടിയുടേതല്ല, നമ്മുടെ അഭിമാന പ്രശ്നം. എന്താണ്? കുട്ടിക്കാണെങ്കിൽ കുട്ടി വാശി പിടിക്കുകയാണെങ്കിൽ ആ പിന്നെ ഷോപ്പിംഗ് മാളത്തെ ആളുകൾ എന്താ കരുതുക? ഞാൻ വളർത്തിയതിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് കരുതും. അതല്ല, ഈ ബഹളം വെക്കുമ്പോ എനിക്കിതൊരു നാണക്കേടാണ്. അപ്പോൾ ഈ നാണക്കേട് സഹിക്കാൻ വയ്യ, എന്താ വെച്ചാൽ വാങ്ങിക്കൊടുക്കാം എന്നിട്ട് നമ്മൾ അങ്ങോട്ട് വാങ്ങിക്കൊടുക്കും. അങ്ങനെ നമ്മൾ ചെയ്യരുത്. ആ ഒരു സപ്പോർട്ട് അല്ല പറയുന്നത്. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ കാ അവര് വാശി പിടിക്കുന്നത് കാര്യമുള്ള കാര്യത്തിനാണോ എന്ന് നോക്കണം. അത് അറിഞ്ഞിട്ട് വേണം നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. സപ്പോർട്ട് കൊടുക്കാതിരിക്കാൻ വേണം. ചിലപ്പോ കുട്ടിയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല വേണ്ടത്. ആ കുട്ടിയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ള കാര്യം വളരെ സാവധാനത്തിൽ കാമായിക്കൊണ്ട് ആ കുട്ടിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ കുട്ടി നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞു അപ്രീഷിയേറ്റ് ചെയ്യണം. നല്ല പെരുമാറ്റം, ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ കുട്ടിയെ എന്താണ് അപ്രീഷിയേറ്റ് ചെയ്യുക. ഇങ്ങനെ കുട്ടിയും നമ്മളും എന്താണ് ഒരു ബാലൻസ് ആയിട്ട് പോവുക. കുട്ടി നല്ലത് ചെയ്താൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കുട്ടി ചീത്ത കാര്യങ്ങൾ ചെയ്താൽ ഞങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം കൂടി കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. നല്ലത് ചെയ്താൽ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഈ ചീത്ത കാര്യങ്ങൾ ചെയ്താൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം കൂടി ആ കുട്ടിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്കും അച്ചടക്കം വേണം. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ബെഡ്ഷീറ്റ് മടക്കി വെക്കണം, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും മടക്കി വെക്കാത്ത പാരന്റ് ആണെങ്കിൽ കുട്ടി അത് കണ്ടിട്ടേ പഠിക്കുള്ളൂ. അല്ലാതെ നമ്മളല്ലാതെ വേറൊരാളാവാൻ അവർക്ക് കഴിയില്ല. നമ്മളിപ്പോ കുട്ടിയോട് പറയാം എല്ലാ ദിവസവും കുളിക്കണം, എല്ലാ ദിവസവും നീ നീറ്റായി ഡ്രസ്സ് ചെയ്യണം. പക്ഷെ നമ്മൾ കുളിക്കുകയില്ല, കുട്ടിയോട് കുളിക്കാനും പറയാം. നമ്മൾ ബെഡ്ഷീറ്റ് മടക്കി വെക്കില്ല, ഡ്രസ്സ് ഡ്രസ്സ് മടക്കിയിട്ട് അലമാരിയിൽ വെക്കില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന അച്ചടക്കമില്ലാത്ത പാരന്റ് ആണെങ്കിൽ ഒരിക്കലും കുട്ടികളും അച്ചടക്കമില്ലാത്ത കുട്ടികളായിട്ടാവും വളരുക. ഇനി നമ്മൾ എന്താണ്, നമ്മൾ പറഞ്ഞു ഏതാ പറഞ്ഞത്? അവാർഡ് സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. സപ്പോർട്ട് കഴിഞ്ഞാൽ ഹമ്പിൾ എന്നുള്ളതാണ്. ഹമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിനയത്തോടെ, അല്ലെ? നമ്മൾ എപ്പോഴും കുട്ടിയോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടി ദേഷ്യപ്പെടുമ്പോ, കുട്ടി വാശി പിടിക്കുമ്പോ നമ്മളും വാശി പിടിക്കല്ല വേണ്ടത്. നമ്മൾ കാമായിട്ട് വിനയത്തോടെ കാരുണ്യത്തോടെ അവരോട് പെരുമാറാൻ ശ്രമിക്കാം. അതല്ലാതെ അവര് വാശി പിടിക്കുക, ആഹാ നീ വാശി പിടിക്കണം എന്നാ അടിക്കുക എന്നുള്ള ഒരു പാരന്റിങ് സ്റ്റൈൽ ഉണ്ട്. കുട്ടി വാശി പിടിക്കുക, ഒന്നെങ്കിൽ അടിക്കും, അല്ലെങ്കിൽ കുട്ടിയെ കണ്ണ് പൊട്ടുന്ന വിധത്തിൽ ചീത്ത പറയും. അല്ലെങ്കിൽ എന്താണ്, ചില കുട്ടികളെ പിടിച്ചിരുത്തിയാണ്ട് ഓവറായിട്ട് സ്നേഹിക്കുന്ന പാരന്റ്സ്. ആ സമയത്തല്ലേ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം. ഇത് രണ്ടും, ഈ ഒരു മെത്തേഡും ഓവറായിട്ട് കുട്ടി വാശി പിടിക്കുന്ന സമയത്ത് അയ്യോ എന്റെ കുട്ടി കരയേണ്ട, ഇങ്ങനെ ഒരുപാട് നേരം കരഞ്ഞാൽ എന്തെങ്കിലും പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആ രീതി നമ്മൾ സ്വീകരിക്കരുത്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നതാണ് ഒരുപാട് വഴക്ക് പറയും, കണ്ണു പൊട്ടുന്ന വഴക്ക്. നീ അത് ചെയ്തല്ലേ, നിനക്ക് ഇത്രക്ക് വാശിയുണ്ടോ? ആ നിനക്ക് വാശിയുണ്ടെങ്കിൽ എനിക്കും വാശിയുണ്ട്. അങ്ങനെ നമ്മളുടെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും തീരും വരെ അവരെ വഴക്ക് പറയുന്ന രീതിയും ശരിയല്ല. മൂന്നാമത്തെ രീതി എന്ന് പറയുന്ന പേരൻസ് എന്താ ചെയ്ത, അടിക്കുക. എന്തേലും കണ്ട നന്നായിട്ട് അടിക്കുക. ഇതുകൊണ്ടും നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, വിപരീത ഫലമായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഈ അടി, വഴക്ക്, അതുപോലെ തന്നെ ഓവർ സ്നേഹം, ഇതല്ല വേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരോട് കാമായിട്ട്, അവരോട് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിയുമ്പോൾ അവര് സപ്പറേഷൻ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. നീ ഇങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും നിനക്കറിയോ? നിനക്ക് നഷ്ടങ്ങളായിരിക്കും വരിക. അതേ നഷ്ടങ്ങൾ നിന്റെ പാരന്റ്സ് ആയ നിനക്കുണ്ട്. അതുപോലെ നിന്നോട് ഞങ്ങൾ ഇങ്ങനെ പെരുമാറാൻ കാരണം ആ റീസൺ കൊടുക്കണം. നീ ഇങ്ങനെ വാശി പിടിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പെരുമാറിയത്. കാരണം നീ പുറത്തു പോകുമ്പോൾ
അല്ലെങ്കിൽ നീ ഒറ്റക്ക് പോകുമ്പോൾ, നീ മുതിർന്ന ആളാവുമ്പോൾ നിന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടാതിരിക്കാൻ ഇതൊരു കാരണമായി തീരും. അത് ഞങ്ങൾക്ക് സഹിക്കില്ല. നീ ഞങ്ങളെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്, നീ ഇഷ്ടപ്പെട്ട കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നീ നല്ലൊരു വ്യക്തിയായി മാറണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നോട് ഇതെല്ലാം പറയുന്നത്, ഇതിനെ സപ്പോർട്ട് ചെയ്യാത്തത് എന്നുള്ള കാര്യം കൂടി നമ്മൾ വിനയത്തോടെ സാവകാശം പറഞ്ഞു കൊടുക്കണം. എന്നാൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാ, വീട്ടിൽ ബഹളം വെച്ച് കിടക്കുമ്പോൾ ഈ കുട്ടി ബഹളം വെച്ച് ആൾക്കാരെ ഉപദ്രവിക്കുന്ന സാധനങ്ങൾ എറിയുന്നു. അപ്പൊ അയൽവാസികളും ബാക്കിയുള്ളവരൊക്കെ ഓടി വരും. എന്തൊരു ബഹളം, എന്തിനാ കുട്ടി കരയുന്നേ? ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാ, ഞാനത് സാധിച്ചു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കും. പക്ഷെ ആ സമയത്താവും അയൽവാസികളും മറ്റുള്ളവരൊക്കെ പറയാം, അതങ്ങോട്ട് കൊടുത്തല്ലോ, ഒരു ദിവസമല്ലേ, അത് സാധിച്ചു കൊടുത്താൽ. പക്ഷെ ഒരിക്കലും ആ ഒരു ദിവസം നിങ്ങൾ അങ്ങനെ ചെയ്താല് പിന്നീട് കുട്ടി എന്ത് ചെയ്യും, പതിയെ പതിയെ, ആദ്യം ചെറിയ ചെറിയ വാശികളായിരിക്കും കാണിക്കാം. പതിയെ പതിയെ കുട്ടി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കുറെ ടൈം എടുത്ത് ഞാൻ വാശി പിടിച്ചാല് എനിക്ക് സാധിച്ചു കിട്ടും എന്നുള്ളൊരു തോട്ട് ആ കുട്ടിയിലേക്ക് വരും. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു പ്രാവശ്യമല്ലേ കൊടുത്തോളൂ എന്ന് പേരൻസോ മറ്റുള്ളവരോ നമ്മൾ തന്നെ, നമ്മൾ പറഞ്ഞു ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ നാണം കെടണ്ട കരുതിയിട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. മറ്റു പേരൻസ് എന്താ പറയാ, ഞാൻ അവര് ഷോപ്പിംഗ് മാളിൽ ഇവിടേക്കും കൊണ്ടുപോകേ ഇല്ല. അപ്പൊ എന്താ ചോദിക്കുമ്പോ പറയും, നാണം കെടുത്തും. അങ്ങനെയല്ല, കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെ വാശി പിടിച്ചാൽ പറ്റില്ല. അതുപോലെ ലിസ്റ്റ് എഴുതുക, ഇന്ന ഇന്ന സാധനങ്ങളെ ഞങ്ങൾ വാങ്ങുള്ളൂ, അതിൽ കൂടുതലൊന്നും വാങ്ങിക്കില്ല. അത് കുട്ടിയെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ വാങ്ങിക്കില്ല എന്ന് ലിസ്റ്റ് ഇട്ടിട്ട്, ഈ ലിസ്റ്റിലുള്ള കാര്യമാണോ നീ പറഞ്ഞത്? അല്ല, അതുകൊണ്ട് വാങ്ങിത്തരാൻ പറ്റില്ല. അപ്പൊ കുട്ടി വാശി പിടിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വാശി പിടിക്കുകയാണെങ്കിൽ നീ അവിടെ കിടന്നോ, നെക്സ്റ്റ് ടൈം നിന്നെ കൊണ്ടുവരില്ല. അങ്ങനെ പറയാം, നെക്സ്റ്റ് ടൈം നീ വാശി പിടിച്ചത് കാരണം നിന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകില്ല എന്ന് പറയും. അപ്പൊ കുട്ടി എന്ത് ചെയ്യും, നമ്മൾ ആ വാക്ക് പറഞ്ഞ് നമ്മൾ പാലിക്കണ്ടോ. പിന്നെ നെക്സ്റ്റ് ടൈം കുട്ടികൾ എന്താ, അമ്മ അച്ഛനാണ് അതൊക്കെ പറയും, പക്ഷെ എന്നെ കൊണ്ടുപോകാതെ പോകില്ല എന്നുള്ള തോട്ടും കുട്ടിക്ക് വരാൻ പാടില്ല. അപ്പൊ കുട്ടി എന്ത് ചെയ്യും, ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അവരത് ചെയ്യില്ല എന്ന് കരുതും. പക്ഷെ അങ്ങനെയല്ല, നെക്സ്റ്റ് ടൈം നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവരെ കൊണ്ടുപോകരുത്. അങ്ങനെ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് മനസ്സിലാവും, ഇല്ല, ഇത് അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല, നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ മാറേണ്ടി വരും. ഇനി എന്ത് ചെയ്യാ, ലിസ്റ്റ് ഉള്ളത് മാത്രം വാങ്ങാം, അവരോട് കൂട്ടുകൂടാം എന്നുള്ള ഒരു ചിന്ത, നമ്മളോട് ഫ്രണ്ട്ഷിപ്പിലാകാം എന്നുള്ള ഒരു ചിന്ത കുട്ടിക്ക് വരും. അതെല്ലാം നമ്മൾ സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ പയ്യെ പയ്യെ ആ വാശി കൂടി കൂടി വന്ന് കുട്ടി വലുതായി തീരുമ്പോൾ വലിയ വലിയ വാശികളായി മാറും. ആ സമയത്ത് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആവില്ല നമുക്ക്. ആ സമയത്താവും നമ്മുടെ കുട്ടികളുടെ മൈൻഡ് മാറുന്നത്. എനിക്ക് കിട്ടാതായി കഴിഞ്ഞാലാണ് പല കുട്ടികളും പല അറ്റംപ്റ്റും ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, തുടക്കത്തിലേ തന്നെ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. തുടക്കത്തിലെ നമ്മൾ പ്രോമിസുകൾ പാലിക്കാൻ ശ്രമിക്കുക. അവരോട് നോ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് നടത്തി കൊടുക്കുക. നല്ല പ്രോമിസുകൾ നടത്തി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഷോപ്പിങ്ങിൽ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകരുത് നെക്സ്റ്റ് ടൈം. അങ്ങനത്തെ പ്രോമിസുകൾ നമ്മൾ അങ്ങനെയും ചെയ്യാം. അത് ബാലൻസ് ചെയ്ത് പോയാലാണ് എന്ത് ചെയ്യും, കുട്ടിയും നമ്മളും തമ്മിലുള്ള ഒരു ബോണ്ട് നമുക്ക് എന്ത് ചെയ്യും, നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കുട്ടിക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഭാവി നമ്മുടെ വാശിയില്ലാത്ത കുട്ടികളായി നമുക്ക് വളർത്താൻ സഹായിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ടൈം ഔട്ടും കാര്യങ്ങളും ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാല് ഡാനിഷ് മെത്തേഡ് എന്നുള്ളതായിരുന്നു. ഒന്നും കൂടി പറയാം. ഡി എന്ന് പറയുന്നത് ഡിസ്ട്രാക്ട്, എ എന്ന് പറയുന്നത് ഗിവിംഗ് സം അവാർഡ്, പിന്നെ എൻ നെഗോഷിയേറ്റ്, ഐ ഇഗ്നോർ, എസ് സപ്പോർട്ട്, എച്ച് ഹംബിൾ. ഈ ഒരു 6 മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടിയെ നന്നായിട്ട് നമുക്ക് നല്ലൊരു കുട്ടിയായിട്ട് നമ്മളെ അനുസരിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് വളരുന്ന കുട്ടിയായിട്ട് വളർത്താൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാട്ടോ. നിങ്ങളെ അനുഭവങ്ങൾ വേണമെങ്കിൽ പങ്കുവെക്കാം. വീട്ടിലെ എന്തെങ്കിലും അനുഭവങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിസൾട്ടും കൂടി ഒന്ന് അറിയിക്കണേ. അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളതും അറിയിക്കുക. നമ്മൾ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ ഡിസ്ട്രാക്ട് എന്നുള്ളതാണ്. പിന്നെ പിന്നെ ലാസ്റ്റ് മെത്തേഡാണ് എന്താണ്, ഇഗ്നോർ എന്നുള്ളത്. ഒന്നിനും ഫലം ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ
നമ്മൾ അവരെ അവഗണിക്കാം, അല്ലെങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ഒന്നും ഇല്ലേ? Good afternoon, ma'am. ഓക്കെ, Good afternoon, ഗുഡ് ma'am. ആഫ്റ്റർനൂൺ. മാം, ചില കുട്ടികൾ വാശി പിടിക്കും ഫുഡ് കഴിക്കാതെ. ഒരു 10-12 വയസ്സുള്ള ഒരു മോളുണ്ടാവും. അത് വാശി പിടിക്കാൻ ഒന്നും മിണ്ടില്ല, ഫുഡും കഴിക്കാതെ പൊയ്ക്കോളും. അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനത്തെ കുട്ടികളെ എങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഡീൽ ചെയ്യാൻ പറ്റും? എങ്ങനെ ഫുഡ് കഴിക്കാത്ത കുട്ടികളെ? അതായത് വാശി പിടിച്ചാല് ഫുഡ് കഴിക്കില്ല, ഫുഡ് കഴിക്കാതെ ആ പോവും. വാശി കാണിക്കുന്ന രീതിയാണത്. ഫുഡ് കഴിക്കില്ല അതെ എന്ന് അതെ, പറഞ്ഞിട്ട് ഫുഡ് നന്നായിട്ട് ഫുഡിനോടാവും വിശപ്പുണ്ടാവും. അവരുടെ ദേഷ്യം തീർക്കുക എന്നുള്ളത് അല്ലേ? അതെ, ആ നല്ല സം വിശപ്പുണ്ടാവും, പക്ഷെ ഫുഡ് കഴിക്കാൻ വരില്ല. ആ വാശിയിൽ അങ്ങനെ നിൽക്കും. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം ഒന്ന് അവരെ ഹഗ് ചെയ്യാം. ഹഗ് ചെയ്തിട്ട് പറയാം, നിനക്ക് വിശക്കുന്നുണ്ടോ? കാമായിട്ട് തന്നെ അവരോട് ചോദിക്കാം, നിനക്ക് വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കാം. ആ സമയത്ത് എന്താണ് അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണേ, എനിക്ക് വിശക്കുന്നില്ല. അപ്പൊ നമ്മൾ വീണ്ടും അവരെ ഹഗ് ചെയ്തുകൊണ്ട് പറയാണ്, എനിക്കറിയാം നിനക്ക് വിശക്കുന്നുണ്ട്. ആ വിശക്കുന്നോണ്ടാണ് ചിലപ്പോ നീ വാശി കാണിക്കുന്നുണ്ടാവാം. നീ ഒന്ന് നന്നായിട്ട് വയറ് നിറച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ നീ വീണ്ടും ക്ഷീണിക്കും. നീ വയറ് നിറച്ച് കഴിച്ചാൽ തന്നെ ചിലപ്പോ നിന്റെ ദേഷ്യമൊക്കെ മാറും പറയാം. പിന്നെയും കുട്ടി മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ദിവസം കുട്ടി ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ കുട്ടി അല്ലെങ്കിൽ എന്താണെന്നറിയാം, അവര് കരുതാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങ് അവര് പിന്നാലെ നടന്നാൽ അവരെന്ത് ചെയ്യും, ഞാൻ ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാല് ഇങ്ങനെ അച്ഛനും അമ്മയും എന്റെ പിന്നാലെ നടക്കും. അവർക്ക് അതൊരു വിഷമാവും. അതാണ് കുട്ടിയുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അവിടെ കുട്ടിയാണ് വിജയിക്കുന്നുണ്ടാവുക. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വിഷമാകുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ പിന്നാലെ നടന്നാല് അവർക്ക് എന്താണ്, അവരവിടെ വിൻ ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് പറയാം, കാമായിട്ട് അവരോട് പറയാം, 1-2 വട്ടം പറയാം. വീണ്ടും അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ മെത്തേഡ് ഇഗ്നോർ ചെയ്യുന്നതാണ് അവിടെ ഫലം ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ മാം. ഇനി ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരാണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. പലരും പല മെത്തേഡാണ്. നമ്മളൊന്നും ആരും പാരന്റ്സ് ഇപ്പൊ നമ്മളിങ്ങ് ഓരോന്ന് പറയുമ്പോ നമ്മളെല്ലാരും പാരന്റ്സ് ആയി PhD എടുത്ത് വന്നാണ്ട് പാരന്റ്സ് ആയവരൊന്നല്ല അല്ലേ? നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾ പാരന്റ് ആയി പിന്നെ ആ സമയത്ത് നമ്മൾ എന്താണ്, പിന്നെ കുട്ടികളോട് ഡീൽ ചെയ്യും. ഒന്നാമത്തെ കുട്ടിയൊക്കെ ആവുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യണം എന്ന് നമ്മൾ അന്താളിച്ചു പോകുന്ന സമയം അല്ലേ? പക്ഷെ രണ്ടാമത്തെ കുട്ടികളാവുമ്പത്തിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടെൻഷനായി ക്ഷീണിച്ച് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ദേഷ്യപ്പെടാൻ തുടങ്ങും. അവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്ഷീണിതമായതുകൊണ്ട് നമ്മളും അവരോട് ദേഷ്യപ്പെട്ടായിരിക്കും സംസാരിക്കുക. ഒന്നാമത്തെ കുട്ടീനെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് അവരെന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു പോയിട്ടുണ്ടാവും. 2-3 ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവരോട് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ എപ്പോഴും എന്താ, നെഗറ്റീവ് ആകുന്നതിന് മുമ്പ് അവർക്കൊരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക. അവരെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യം ഇനിയിപ്പോ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പിന്നെ തീരുമാനിക്കുകയാണെങ്കിൽ അവരെ കൂടി വിളിക്കുക. ഇനിയിപ്പോ ഇനി കല്യാണം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, സൽക്കാരം വെറുതെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സൽക്കാരം വെക്കാൻ പോകുന്നുണ്ട്, ഫുഡ് വെക്കാൻ, എന്താണ് എന്റെ ഇഷ്ടം എന്ന് ചോദിക്കുക. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷൻസ് കൊടുക്കുക. ചിലപ്പോ കുട്ടിക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡാവും. അപ്പൊ കുട്ടി അറിയാം എന്നും ഈ ഫുഡാണല്ലോ അറിയാം. അപ്പൊ പറയാം, ഈ വീക്സിൽ നിനക്ക് ഏതൊക്കെ ഫുഡാണ് ഇഷ്ടം അത് നിനക്ക് പറയാം. എന്നിട്ട് മൺഡേ ഈ ഫുഡ് ഉണ്ടാക്കാം, ട്യൂസ്ഡേ ഈ ഫുഡ് ഉണ്ടാക്കാം. അങ്ങനെ ഓരോന്നും ഓപ്ഷൻ കൊടുത്തിട്ട് അവരെ കൊണ്ട് ചൂസ് ചെയ്യിക്കും. അപ്പൊ അവർക്കും ഹാപ്പി ആവും. എന്നെ അംഗീകരിക്കുന്നുണ്ട്, എന്റെ അഭിപ്രായങ്ങളും അവര് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ മതി. കുട്ടികൾക്ക് അത്രയും മതി. അവരെ അംഗീകരിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനമായ പ്രശ്നം. അവരെ അംഗീകരിക്കുന്നില്ല എന്ന തോന്നലിനാണ് പലപ്പോഴും ഈ വാശിയും കുറുമ്പും ഒക്കെ വരുന്നത്. ഇനി ഈ ടെമ്പർ ടാൻട്രംസ്, അതായത് ഈ വാശിയും കുറുമ്പും ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ട് കേട്ടോ. അതെപ്പോഴാന്ന് പറഞ്ഞാല് ഇതിപ്പോ സാധാരണയായി കാണുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ സാധാരണ വാശിയും കുറുമ്പൊക്കെ കുട്ടികളാണ് വാശി കാണിക്കും, കുറുമ്പ് കാണിക്കും. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം വരുമ്പോ നമ്മൾ എന്താ ചെയ്യല്? നമ്മളും വാശി കാണിക്കില്ലേ? ഹസ്ബൻഡിനോട്, പാരന്റ്സിനോട് ഒക്കെ നമ്മൾ കാണിക്കാറുണ്ട്. അത് തന്നെയല്ലേ അവരും കാണിക്കുന്നത്. അവര് കാണിക്കുമ്പോ നമുക്ക് സഹിക്കില്ല എന്ന് മാത്രം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ അവർ ദേഷ്യപ്പെടുന്ന സമയത്ത് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണയായിട്ട് എന്താണ്, വീക്കിൽ ഒരു ദിവസം കുഴപ്പമില്ല, ദിവസത്തിൽ ഒരു ദിവസം കുട്ടി വാശി പിടിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നോർമലാണ്. വീക്കിൽ 1-2 വട്ടം കുഴപ്പമില്ല. മാസത്തിൽ
3 4 വട്ടം കുഴപ്പമില്ല. പക്ഷെ ഇത് ഒരു ദിവസം തന്നെ 4 5 പ്രാവശ്യം കുട്ടി ഇങ്ങനെ ഓരോ കാര്യത്തിനും വാശി പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട സമയമാണ്. കാരണം കുട്ടിക്ക് എന്തോ ADHD അതുപോലുള്ള എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഓട്ടിസം പോലുള്ളത് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യണം ഒന്നെങ്കിൽ പീഡിയാട്രീഷ്യനെ കണ്ടിട്ട്, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ്, കൗൺസിലേഴ്സ് ഇവരെ സമീപിച്ചിട്ട് എന്താണ് കുട്ടിയുടെ പ്രോബ്ലം, ശരിയായ റീസൺ എന്താ എന്നുള്ളത് കണ്ടെത്തുക, അതിലുള്ള ട്രീറ്റ്മെന്റ് തരാം. അല്ലാതെ നോർമൽ ആയിട്ട് പിന്നെ ദിവസത്തിൽ 1 വട്ടോ 2 വട്ടം ഉണ്ടാകുന്ന കുഴപ്പമില്ല, അത് നോർമലാണ്. അതിന് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട. നമ്മൾ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ കുട്ടിയുടെ ബാക്കിയുള്ളവരെ, ഇപ്പൊ സ്കൂളത്തെ കുട്ടികളൊക്കെ ഉപദ്രവിക്കുക, ഇങ്ങനെ കടിക്കുക, അങ്ങനത്തെ ഒക്കെ സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാം. അല്ലാത്തത് കുഴപ്പമില്ല. ഓക്കെ, ഇനി നിങ്ങളുടെ അനുഭവങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഹായ് മാം. Okay. മാം ഇപ്പൊ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് മീൻസ് നമുക്ക് ഡെയിലി ലൈഫിൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. മാം പറഞ്ഞത് ഭയങ്കര ശരി. എന്താണ് ക്ലോസ് ടു നമ്മള് സറൗണ്ടിങ്സിൽ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇത്ര ചെറിയ ഏജിലുള്ള മക്കളായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്, ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ അത് ശരിക്കും ഈ കുട്ടി വേണ്ട എന്നുള്ളത്, എനിക്കത് കഴിക്കണ്ട എന്നുള്ളൊരു വാശി കൂടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാം പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ദിവസം ഒരു നേരം ഫുഡ് കഴിച്ചില്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ എനർജി ലോസ് ആവും, ഒന്നും മൂഡ് ശരി ഉണ്ടാവില്ല. അതാണ് ഉണ്ടാവാൻ പോണത്. ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളത് നമ്മൾ എങ്ങനെ അവിടെ ഒരു എസ്റ്റാബ്ലിഷ് ദിവസം തീരെ ഫുഡ് കഴിക്കാതെ ഇരിക്കണോ? അല്ലല്ല, ഒരു ദിവസം ഒരു നേരം ജസ്റ്റ് ഒരു ടൈം, ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ. കൊച്ച് രാവിലെ എണീച്ചിട്ട് പറയാണ് ഇത് ഞാൻ കഴിക്കാറില്ല, ഇത് എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ മാം പറഞ്ഞ പോലെ ഇറ്റ്സ് ഓക്കെ, ഒരു നേരം അല്ലേ, കഴിച്ചില്ലെങ്കിൽ സാരമില്ല. ഓപ്ഷൻ ജസ്റ്റ് നമുക്ക് കൊടുക്കല്ല, അവിടെ അവിടെ കുട്ടിക്ക് ഓപ്ഷൻ കൊടുക്കാം. ആ ഇപ്പം അല്ല, ഞാൻ പറയുന്നത് ഞാനൊരു എക്സ്പീരിയൻസ് പറയാണ്. ഇപ്പം ആ. നമ്മള് ഈവനിങ് തലേ ദിവസം പറഞ്ഞിട്ടുണ്ട് നാളെ ചപ്പാത്തി ആണ്, ആ ചപ്പാത്തി ആക്കുന്നുണ്ട്. മീൻസ് കുട്ടി കേട്ടിട്ടുണ്ട്, കുട്ടീനോട് കൺവേ ചെയ്തിരുന്നില്ല, പക്ഷെ കുട്ടി അത് അണ്ടർസ്റ്റുഡ് ആണ്. എന്നിട്ടും രാവിലെ എഴുന്നേറ്റിട്ട് ചപ്പാത്തി ടേബിളിൽ വെക്കുമ്പോൾ പറയാണ് ഇല്ല ഇത് ഞാൻ കഴിക്കൂല, എനിക്കിന്ന് ഫുഡ് വേണ്ട, എനിക്കിത് ഇഷ്ടമില്ല. വേറെ ഓപ്ഷൻ ഒന്നും കുട്ടി പറയുന്നൊന്നുമില്ല, പക്ഷെ എനിക്കിത് വേണ്ട, ഞാൻ കഴിക്കൂല എന്നുള്ളത് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നു. അപ്പൊ ആ സമയത്ത് അതെയോ, ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന, അപ്പം കുട്ടിയൊന്നും പറഞ്ഞില്ലല്ലോ, എന്നാ പിന്നെ ഇന്നലെ പറഞ്ഞുകൂടായിരുന്നില്ലേ, അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോ, എന്നിട്ടും ആള് വാശി കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഓക്കെ, ഒരു കാര്യം ചെയ്യ്, ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നിപ്പോ ഓൾറെഡി ഇത് ഉണ്ടാക്കി പോയി, പറ്റുമെങ്കിൽ ഒരു 1 2 ബൈറ്റെങ്കിലും കഴിക്കുക. അപ്പോഴും വാശി പിടിച്ചിട്ടില്ല, എന്നെ കൊണ്ടത് പറ്റൂല, എനിക്കിത് ഇഷ്ടമില്ല, ഞാൻ കഴിക്കില്ല എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമുക്ക് കൺവേ ചെയ്യാം, മോളെ എനർജി പോവും, അല്ലെങ്കിൽ മോന്റെ എനർജി അവിടെ ലോസ് ആവും, അതെ. കുറച്ച് കഴിഞ്ഞാൽ മൂഡ് അതെ. ശരി ഉണ്ടാവില്ല, വിശന്ന് കഴിഞ്ഞാലാണ് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. ഒരു കാര്യം ചെയ്യുന്നാല് കുറെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നില്ലെങ്കിൽ ഓക്കെ, നമുക്ക് ആ സ്കിപ്പ് ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറയും, ബട്ട് ഒരു ദിവസത്തെ കേസല്ലേ, സ്കിപ്പ് ചെയ്തിട്ട് അതെ. ഒരു കാര്യം ചെയ്യ്, കുറച്ച് വെള്ളം കുടിച്ചോ, കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, അല്ലെങ്കിൽ മോന് യൂറിനേറ്റ് ചെയ്യുമ്പോൾ പെയിൻ വരില്ലേ, അതുകൊണ്ട് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇരിക്കും. ഫുഡ് നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വേറെ ബ്രഞ്ചോ അല്ലെങ്കിൽ ഇന്ന സാധനം അമ്മ ഉണ്ടാക്കുന്നുണ്ട്, അത് കഴിക്കുമെങ്കിൽ ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിന് ഇനിയിപ്പോൾ എനിക്ക് വേറെ ഒന്നും തരാൻ ഓപ്ഷൻ ഇല്ലടാ എന്ന് പറഞ്ഞപ്പോൾ ശരി, അപ്പൊ എനിക്ക് ഇനി ഒന്നും ഫുഡൊന്നും വേറെ ഒന്നും തരൂല എന്നുള്ളത് അവിടെ ചിലപ്പോ ഒരു പരിധി വരെ ചില കുട്ടികൾ, ഒരു ഏജിനപ്പുറമുള്ള മക്കൾക്ക് അത് മനസ്സിലാവും. മീൻസ് ഈവൻ അപ് ടു 3 years ഉള്ള കുട്ടികൾക്ക് പോലും അത് മനസ്സിലാവും. അതെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവിടെ വേറെ ഓപ്ഷനും കൂടെ പറയാം, ലഞ്ചിന് ഇന്ന് ഇവിടെയുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ ഉണ്ടാക്കി തരാം, എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കത് കുക്ക് ചെയ്യാം. അപ്പൊ കുട്ടി ഇങ്ങോട്ട് ഉറപ്പായിട്ടും ഒരു ലിമിറ്റ് വരെ ഉള്ള കുട്ടികൾക്ക് അത് പറയാൻ പറ്റും. എന്നാ എനിക്ക് ഇന്ന കറി വേണം ഉച്ചക്ക്, അല്ല ഇന്ന് ഉപ്പേരി വേണം എനിക്ക് ഉച്ചക്ക്, അത് ഉണ്ടാക്കി തരുമോ. വീട്ടിലുള്ള സാധനം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അപ്പൊ ശരിയോ അതുണ്ടാക്കാലോ, എന്നൊരു കാര്യം ചെയ്യ്, ജസ്റ്റ് ഒരു 2 കഷ്ണം ചപ്പാത്തി കഴിച്ചിട്ട് പോയി കൈ കഴുകിയിട്ട് കളിച്ചോ, എന്താ സാധനം വേണ്ടെന്ന് വെച്ചാൽ അതെടുത്തിട്ട് കളിച്ചോ. അങ്ങനെ പറയുമ്പം ചിലപ്പോ കുട്ടികൾ കഴിക്കില്ല, ഓക്കെ. വിട്ടിട്ട് പോകും, പക്ഷെ എന്റെ എക്സ്പീരിയൻസിൽ കഴിക്കാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അത് നല്ലൊരു ടിപ്സും കൂടി ആയിരുന്നു കേട്ടോ അത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം. ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന്, നമ്മൾ അങ്ങനെയാണ്, അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളാണല്ലേ ഏറ്റവും നല്ല പാഠങ്ങൾ. അപ്പൊ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാതും നമ്മൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുന്ന പാഠങ്ങളാവും, ബാക്കിയുള്ളവരൊന്നും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പലരും, നമ്മൾ ഓരോരുത്തരും ഡിഫറെന്റ് ആണ് അല്ലെ, ഓരോ ഡിഫറെന്റ് മെത്തേഡാണ്, നമ്മൾ പാരന്റിങ് സ്റ്റൈൽ തന്നെ നമ്മളുടെ ഡിഫറെന്റ് ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവാം എന്നുള്ളത്. അതുപോലെ നല്ലൊരു ടിപ്സ് ആണ്. മാമിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് അനന്യ.
ഇതിപ്പോ എന്റെ ഓക്കെ വെരി പേഴ്സണൽ ഗുഡ്. എക്സ്പീരിയൻസ് ആണ്. മീൻസ് എനിക്ക് ഒരു 3 ഇയർ നിയർ ടു 3 ഇയർ ഉള്ള ഒരു ബേബി ഉണ്ട്. നെക്സ്റ്റ് മന്ത് 3 ഇയർ ആവുന്നു. ആൾ ആക്ച്വലി ഫ്രം ചെറുപ്പം മുതൽ നമ്മൾ വീനിങ് സ്റ്റാർട്ട് ചെയ്യല്ലോ. അപ്പം മുതൽ ഫുഡ് കഴിക്കാൻ ആക്ച്വലി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. സാധാരണ എല്ലാ മക്കൾക്കുള്ള ഒരു പ്രശ്നമാണല്ലോ ഫുഡ് കഴിക്കാൻ, ഫീഡിങ് വലിയ ബുദ്ധിമുട്ട് പറയുന്നത്. ആൾക്ക് ചെറുപ്പം തൊട്ടേ ആ പ്രശ്നമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു ദിവസം ഒരു 2 നേരം ഫുഡ് കഴിച്ചില്ലെങ്കിൽ പോലും ഇറ്റ്സ് ഓക്കെ, നാളെ അത് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് അവളത് കവർ ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. എന്നാലും എനിക്ക് ഞാൻ ആദ്യം തൊട്ടേ വീനിങ്ങിൽ വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഈവൻ ഒരു ദിവസം ഒരു നേരം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും ആ ടൈമിൽ വേറെ ഒന്നും കിട്ടൂല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ചില ടൈം ആള് തന്നെ പോയിട്ട് ഫ്രിഡ്ജ് തുറന്ന് കക്കിരി എന്തെങ്കിലുമൊക്കെ എടുത്തു വന്നിട്ട് എനിക്ക് കക്കിരി തിന്നണം ഇപ്പം എന്ന് പറഞ്ഞിട്ട് വരും. കാരണം വിശക്കും, കുറച്ച് കഴിഞ്ഞാൽ മൂഡ് മാറും. അതാണ് വിശക്കുമ്പോ അവര് താനെ വരും. അത് ആ ചെറിയ അതെ, കുട്ടികളാവുമ്പോ എന്നുവെച്ചാൽ വേറൊരു ഓപ്ഷൻ ഞാൻ കൊടുക്കുന്നില്ല അവിടെ. ചപ്പാത്തി ഇല്ല എന്നാ പിന്നെ ഇന്ന് ഇത് തിന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുക്കൂല എന്ന് ഉറപ്പാ. എങ്ങനെയാലും അടുത്ത ഫുഡ് അതെ കിട്ടണമെങ്കിൽ നല്ലൊരു അതെ ബ്രേക്ക്ഫാസ്റ്റ് അതെ ടൈമിൽ അങ്ങനെ ആ കുട്ടികൾക്ക് ആ തിരിച്ചറിവാണ് അവിടെ വേണ്ടത്. അതേ പോലെ നമ്മൾ മീൻസ് ഇങ്ങനെ ആൾക്ക് എനിക്ക് തോന്നുന്നു ആൾക്കൊരു ഒരു 2-2.5 വയസ്സുള്ളപ്പോ തന്നെ അത് ഉറപ്പാണ്. എനിക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചില്ലെങ്കിൽ ഇപ്പം വീട്ടിലെല്ലാരും കഴിക്കുമ്പോൾ എനിക്കൊന്നും കിട്ടൂല, ഇനി ഒരു 1 അവർ 2 അവർ കഴിഞ്ഞാലേ എന്തെങ്കിലും കിട്ടൂ എന്നുള്ളത് ആൾക്ക് ഉറപ്പാ. ഇവൻ അതൊരു ഫ്രൂട്ട് ആയാലും വേറെ എന്തെങ്കിലും ആണെങ്കിലും ആൾക്കത് ഷുവർ ആണ്. അതുകൊണ്ട് ഓക്കെ, ചില സമയം കഴിക്കൂല, അപ്പം കുഴപ്പമില്ല കഴിക്കൂല എന്ന് വിചാരിച്ച് വിട്ടേക്കും. എന്നാ വന്നിട്ട് മിനിമം വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോകും. ഓക്കെ വെരി ഗുഡ്. ഉം, നല്ലൊരു ഉം, ടിപ്സ് ആണ് yeah, കേട്ടോ പറഞ്ഞ, yeah. എല്ലാവർക്കും അത് ഫോളോ ചെയ്യാം. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാട്ടോ. ആർക്കൊന്നും പറയാല്ലേ? ഹായ് മാം. ഹലോ. എനിക്ക് 2 പെൺമക്കളാണ്. മൂത്തയാളിന് 6 വയസ്സായിട്ടുണ്ട്. അപ്പം ഞാൻ മാം അവാർഡ്സ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ എന്റെ മോക്ക് വേണ്ടിയിട്ട് ഒരു ജാർ വെച്ചിട്ടുണ്ട്. ജാർ എന്ന് പറഞ്ഞാല് അവൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ എഴുതി അവളെ കൊണ്ട് തന്നെ ആ ജാറിനകത്ത് ഫിൽ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പൊ. അപ്പൊ അവള് ചെയ്യുന്ന ഒരു ചെറിയ മൈന്യൂട്ട് കാര്യമായാലും ശരി തന്നെ അത് നമ്മൾ അതിൽ ഫിൽ ചെയ്തിട്ട് വാപ്പാടത്തും ഫാമിലിയിലുള്ള എല്ലായിടത്തും കൊണ്ട് കാണിക്കുക. എന്നിട്ട് അവളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് നിറയുന്ന ടൈമിൽ മോക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി തരിക അല്ലെങ്കിൽ പുറത്തുകൊണ്ടുപോയി നല്ലൊരു ഫുഡ്. ടിപ്സ് ആണ് കേട്ടോ അത്. ഓക്കെ വെരി ഗുഡ് അപ്പൊ വെരി അവൾക്ക് അത് ഗുഡ്. ഭയങ്കര എനർജിയാണ്. അപ്പൊ ആള് അതെ എഴുതാനൊക്കെ അതെ. ഭയങ്കര മടിയുള്ള ആളായിരുന്നു. ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡാ. പുള്ളിക്കാരത്തി വന്ന ഉടനെ അവള് തന്നെ പോയി ഫ്രഷ് ആയി. ഇപ്പൊ അവൾക്കൊരു സിസ്റ്റം ആയി വരുന്നുണ്ട്. ഞാനൊരു 1 മന്ത് കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നത് ഇത് ഒറ്റയടിക്ക് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്കിത് കവർ ചെയ്തെടുക്കാൻ ഇല്ലില്ല. പറ്റില്ല. നമ്മളുടെ ക്ഷമയാണ്. നമ്മൾ വളരെ പതിയെ ക്ഷമയോടുകൂടി നമ്മൾ അവരെ കൂടെ നിൽക്കണം. നമ്മള് വളരെ കാമായിട്ട് നിന്നാൽ മാത്രമേ അവര് നമ്മുടെ കൂടെ വരുള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്കറിയാം, കാരണം അവളെ ഞാൻ ഇത്രയും നാൾ കണ്ടതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം. അവളുടെ ടാൻട്രംസ് ഒക്കെ കുറഞ്ഞ് അവള് എനിക്ക് വളരെ ഈസിയാണ് അവളുടെ കാര്യങ്ങൾ ഇപ്പൊ കൊണ്ടുപോകാനായിട്ട്. അപ്പം അത് നല്ലൊരു എല്ലാവരും ടിപ്സ് ഒന്ന് ആണ് കേട്ടോ. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് കുറച്ച് നമ്മളൊന്ന് ടൈം അതെ അവരെ എന്നും അപ്രീഷിയേറ്റ് അവരെ കൊണ്ട് തന്നെ അവരുടെ ആ ഒരു നല്ല വശങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവര് തന്നെ അതോടെ ചെയ്യുന്ന നല്ല അതെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗിവിംഗ് സം അവാർഡ് എന്ന് പറയുമ്പോൾ ഒരു കുറെ കാര്യങ്ങൾ, ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ ചെയ്തിട്ട് അതിന് കുറച്ച് ഇടവേള കൊടുത്തിട്ടാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റ് കൂടുകയും ചെയ്യും, അവരത് ഫോളോ ചെയ്യുകയും ചെയ്യും. ഓക്കെ വെരി ഗുഡ്, നല്ലൊരു മെത്തേഡാണ്. ഓക്കെ, ഇനി ആർക്കൊന്നും പറയാൻ ഉണ്ടോ? ഇല്ലേ? താങ്ക് യു വെരി മച്ച് കേട്ടോ. നല്ല സെഷൻ ആയിരുന്നു. ഞാനൊരു ഗ്രാൻഡ് പേരന്റ് ആണ്. ബട്ട് എനിവേ യു ഹാഡ് എ ലോട്ട് ഓഫ് ഗുഡ് ഇൻഫർമേഷൻ. ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാനൊക്കെ ഇത് കുറെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് ഇഫക്റ്റീവ്. പിന്നെ ഇപ്പൊ പറഞ്ഞ ആ ജാറിന്റെ ടിപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലതായിരുന്നു. എല്ലാരും ഷെയർ ചെയ്ത് അവരവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ നല്ലതായിരുന്നു. So whatever you have shared and also others have shared, it has made it into a productive session. So thank you very much. Thank you. എന്റെ ആറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ മാം, സജന മാം. ഓക്കെ മാം, നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ സെഷൻ ഇവിടെ സമാപിക്കുന്നു. സെഷൻ ലീഡ് ചെയ്ത ഫിദ മാമിന് സന്തോഷം അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനിയും ഇതുപോലുള്ള സെഷനുകൾ ഉണ്ടായിരിക്കും.
എല്ലാവരും പങ്കെടുക്കുക. താങ്ക് യു ഫിദ മാം. ഓക്കെ, താങ്ക് യു. ഇതുവരെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. ഹൃദയത്തിൽ നിന്ന് അറിയിക്കുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.